ഭയങ്കര ബഹളമായിപ്പോയി. 2.5 മണിക്കൂർ ഇന്നലെ പോയതുപോലും അറിഞ്ഞില്ല. കേട്ടത് ചുമ്മാ കള്ളമാണോ? അതെയോ? ഫുഡ് കഴിച്ചോ കൃഷ്ണ ചോദിക്കുന്നു. ഞാൻ DP നോക്കി, പെട്ടെന്ന് DP കണ്ടപ്പോഴാണ് ആദ്യമാണ് മനസ്സിലായത്. അയ്യോ നീലിയാന്ന് പറഞ്ഞ് ഞാൻ നീലിയാന്ന് വിചാരിച്ചു. ഓക്കെ ആദി, എന്തുകൊണ്ട് വിശേഷം ആദി? നാട്ടിലാണോ? തിരിച്ചു വന്നോ? കള്ളമല്ല, എന്റെ മലയാളി കള്ളം പറയില്ല. കള്ളമല്ല, 85% ഉടായിപ്പാണ് കേൾക്കുന്നത്. അതെ 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 അതെ, കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഒരുത്തനും പറയുന്നില്ല. കൃഷ്ണ, പലരും പലതും പറയും. കൃഷ്ണ എന്ത് പോയി കഴിക്ക്. ആരുടെ ഇതിലല്ലല്ലോ ജീവിക്കുന്നത്, സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കി കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത്. അവരെന്താ അറിയാവോ, മാക്സിമം ശല്യപ്പെടുത്തിയാലേ വീടും സ്ഥലവും എല്ലാം വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകും എന്നുള്ള ഇതിലായിരിക്കും ശല്യപ്പെടുത്തുന്നത്. എന്ത് വന്നാലും വീട് സ്ഥലവും ഒരുത്തന്റെ പേരിൽ എഴുതി കൊടുക്കരുത്. പിന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരെയാണോ കൃഷ്ണ ഇതായിട്ട് വിശ്വസിക്കുന്നത് എന്ന് അവരോട് മാത്രം സംസാരിക്കുക കാര്യങ്ങള്. മനസ്സിലായില്ലേ? അമ്മൂമ്മ കിടന്നോ? അമ്മൂമ്മ ഓ കിടന്നു. ഡാലു എവിടെ പോയി? ഇന്ന് ഡാലുവിനെ കാണാനേ ഇല്ലല്ലോ. കൃഷ്ണന്ത് ആരോടാ ദേഷ്യം? ആരോടാ ദേഷ്യം? ആദ്യ പോയോ? റിലേറ്റീവ്സ്. അപ്പൊ അതാണ്, ആരേലും സ്വിച്ച് ഇടുമ്പോ കത്താൻ നിൽക്കരുത്, കുറച്ച് ബോൾഡായിട്ട് കാണിക്കണം. ആരുമില്ലേ? ഷാഹുലും എല്ലാരും പോയോ? ആരെയും കാണുന്നില്ലല്ലോ. അതെ, ഫുഡ് കഴിക്കാതെ ഇരിക്കരുത് പ്ലീസ്. ബോൾഡായി നിൽക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല കൃഷ്ണ. ആരും ഇല്ലാന്ന് തോന്നൽ വേണ്ട, നിനക്ക് എല്ലാവരും ഉണ്ട്. വെറുതെ പറയുന്നല്ല. അതെ, ഷാഹുൽ വെറുതെ പറയത്തില്ല. തീർച്ചയായിട്ടും ഷാഹുലിനെ വിശ്വസിക്കാം. ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരട്ടെ, എന്തോ ചെയ്യുന്നറിയാം. ആലോചന വന്നിട്ട് എന്താ പറഞ്ഞ്? കിഷന്തു ആലോചന വന്നിട്ട് എന്താ പറഞ്ഞ്? എനിക്കറിയാം നിങ്ങളെല്ലാവരും ഉണ്ടെന്നത്. ആലോചന വന്നിട്ട് എന്തോ ആയത് വിഷയം? അതാ ഞാൻ പറഞ്ഞേ, അത് വേണ്ട. ചിലപ്പോഴത് മിസ്യൂസ് ചെയ്യാൻ ചിലപ്പം നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ പണി കിട്ടും. കൂടെ കൊണ്ട് പോകുന്നു പറ. ഞാൻ എന്റെ ഞെട്ടിയല്ലേ, ഭയങ്കര സൗണ്ടല്ല തുമ്മൽ. അതെ അതെ, അതാ നല്ലേ.